ബൈബിൾ സബ്ജക്റ്റ് സ്റ്റഡീസ് എപ്പിസോഡ് 1. ദൈവവചനശാസ്ത്രം. വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിച്ച് പഠിക്കുക. വേർഡ് ഓഫ് ഗോഡ് സയൻസ്. അഡ്വാൻസ്ഡ് ബൈബിൾ റിസർച്ച് മെത്തേഡ്സ് ഓഫ് സ്റ്റഡീസ്. ആശ്വാസവചനങ്ങളും ഉപദേശവചനങ്ങളും, സുവിശേഷ രഹസ്യങ്ങളും തിരുവചന രഹസ്യങ്ങളും, മുന്നറിയിപ്പ് വചനങ്ങളും മുദ്രിത വചനങ്ങളും, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട തിരുവചന വിഷയങ്ങൾ, രണ്ടാം വരവിന് മുമ്പ് സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ തിരുവചനങ്ങൾ, രണ്ടാം വരവിൽ സംഭവിക്കുന്ന തിരുവെഴുത്തുകൾ, രണ്ടാം വരവിന് ശേഷം സംഭവിക്കുന്നതും സംഭവിക്കാത്തതുമായ തിരുവെഴുത്തുകൾ, പുതിയ ആകാശം പുതിയ ഭൂമിയും കുറിച്ചുള്ള തിരുവെഴുത്തുകൾ, അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണുമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ദൈവജനം രൂപാന്തരപ്പെടും. ഒരു നിമിഷം കൊണ്ട് ഇവ സംഭവിക്കും. നീതി നിവസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ജ്ഞാനത്താൽ ദൈവജനം നിറയും. ഒരു ശിശു അവയെ നയിക്കും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിനു മുകളിൽ കളിക്കും. പുതിയ ആകാശം പുതിയ ഭൂമിയും. ദൈവനെ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും. നൂറാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആയിരിക്കും. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അത്യുന്നതൻ്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. യാക്കോവിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. പുതിയ ആകാശം പുതിയ ഭൂമിയുടെ തലസ്ഥാനമാണ് സ്വർഗീയ ജെറുസലേം. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഇനിമേൽ മരണം ഉണ്ടായിരിക്കുകയില്ല. ഈ വചനങ്ങൾ വിശ്വാസയോഗ്യമാണ്. ഇവ അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പുതിയ ആകാശം പുതിയ ഭൂമിയും എന്നേക്കും നിലനിൽക്കും. ദൈവജനം ദൈവത്തെ ആരാധിക്കാൻ വരും. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുന്നു. പുതിയ ആകാശം പുതിയ ഭൂമിയിലും.
ഏദനിലെ ദൈവത്തിൻ്റെ പദ്ധതി. ഹെനോക്കിനെ ദൈവം എടുത്തു, അവൻ മരിച്ചില്ല. ഏലിയായെ ദൈവം എടുത്തു, അവൻ മരിച്ചില്ല. നൂറാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും. വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആയിരിക്കും ദൈവത്തിൻ്റെ ആയുസ്. ജീവൻ്റെ ഉയർപ്പ് പ്രാപിച്ചതിന് ശേഷമുള്ള അവസ്ഥകൾ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവർ. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് ശേഷം സംഭവിക്കാത്ത കാര്യങ്ങൾ. പന്ത്രണ്ട് തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയാണ്. ഇനിമേൽ ശവിക്കപ്പെട്ടായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ രോഗസൗഖ്യത്തിന് നൽകപ്പെടുന്നു.